90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ഉള്ള ഫോൺ, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഉള്ള ഫോൺ, പബ്ജി അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന ഫോൺ. മുതുങ്ങളെ ഇൻഫിനിക്സ് പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. പേര് കേട്ടാൽ ഞെട്ടും. ഇൻഫിനിക്സ് സ്മാർട്ട് HD. അതും വെറും HD അല്ല, സ്മാർട്ട് HD. ശരിക്കും സ്മാർട്ടാണോ നമുക്ക് നോക്കാമെന്നേ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ അതിശയപ്പെട്ട കാര്യം ഇതിൻ്റെ വിലയാണ്. 5600 അല്ലെ 700 രൂപയ്ക്ക്. ഓർക്കണം, ഡിസ്കൗണ്ട് വെച്ചിട്ടാണ് 5700 രൂപ. ശരിക്കും ഇത് 6300 രൂപയ്ക്കാണ് ഫോൺ റിലീസായത്. ആക്സിസ് ബാങ്കിന് കാർഡുണ്ടെങ്കിൽ ഒരു 500 രൂപ വെട്ടിക്കുറച്ച് കിട്ടും. അപ്പോൾ 5300 രൂപയ്ക്ക് 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ഉള്ള ഫോൺ, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഉള്ള ഫോൺ, പിന്നാണെങ്കിൽ പബ്ജി ഡൗൺലോഡ് ചെയ്യാം, അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന ഫോൺ. അത്യാവശ്യം കളിക്കും. ഈ വില വരുന്ന ചില ഫോൺ അതിലൊക്കെ പബ്ജി ഇൻസ്റ്റാൾ ചെയ്യുന്നത് തന്നെ കഷ്ടമാണ്. അപ്പോഴാണ് ഇതിനകത്ത് കളിക്കാൻ പറ്റുന്നത്. UFS 2.2 ഫാസ്റ്റർ ആയിട്ടുള്ള സ്റ്റോറേജ്, ഇതെല്ലാം കൂടെ ചേർത്തൊരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മൾ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. വില ആലോചിക്കണം, വെറും 6300 രൂപയ്ക്ക്. 6300 രൂപയ്ക്ക് പോക്കോ വരെ സൈഡിലോട്ട് മാറി നിൽക്കും ഈ ഒരു സ്പെക്സ്. അതുമാതിരി കിടിലൻ സ്പെക്സ് എങ്ങനെ ഉമ്മർ ഒപ്പിച്ചെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ഞെരുപ്പായിട്ടുണ്ട് സ്പെക്സിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതിൽ 6000 രൂപ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന പ്രോസസ്സർ യൂണിസോക്കിൻ്റെ T606 ആണ്. 12nm പ്രോസസ്സറാണ്. ചാത്തനാണ്. 2 ലക്ഷം ഒക്കെ ഉള്ളൂ ഓൺ ടു സ്കോർസ്. പിന്നെ 6000 രൂപ ഫോണിൽ നിന്ന് നമുക്ക് ഐഫോണിൻ്റെ പെർഫോമൻസ് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അത് തന്നെ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്. നിങ്ങൾക്കാണെങ്കിൽ പബ്ജിയൊക്കെ വേണമെങ്കിൽ ഓണാക്കി ചെറുതായിട്ടൊന്ന് കളിക്കാം. പക്ഷെ ഒടുക്കത്തെ ലാഗ്, ഒടുക്കത്തെ ഹാങ്ങും ആയിരിക്കും. ഫോണാണെങ്കിൽ പളപളാന്ന് തിളയ്ക്കും. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഓപ്പണാക്കി ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യം. 6000 രൂപ വെച്ച് വില വെച്ച് നോക്കുമ്പോൾ 6000 രൂപയ്ക്ക് ഫോൺ കിട്ടുന്നതേ കാര്യം. അപ്പോഴാണ് 90 Hzഉം സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും പബ്ജി കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫോൺ. ഇത്രയൊക്കെ തന്നിട്ടുമ്പോൾ ഡിസ്പ്ലേ വലിപ്പിച്ച് കളഞ്ഞിട്ടില്ല. 6.6 ഇഞ്ച് HD ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. ഈ വിലയിൽ ഫുൾ HD കിട്ടാറില്ല. 6.6 ഇഞ്ച് HD എന്ന് പറയുന്നത് നല്ല ഡിസ്പ്ലേ തന്നെയാണ്. ഈ വിലയ്ക്ക് ഫുൾ HD കിട്ടാറില്ല. ഫുൾ HD വേണമെങ്കിൽ ഒരു 10000 രൂപയ്ക്ക് മുകളിൽ പോകണം. 10000 രൂപയ്ക്ക് പോലും ഇപ്പോൾ HD ഡിസ്പ്ലേ ആണ് എല്ലാവരും ഇട്ട് തരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഫോൺ കിട്ടുന്ന തന്നെ വലിയ കാര്യം. 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട് ഈ ഡിസ്പ്ലേക്കകത്ത്. അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇതിൻ്റെ ബ്രൈറ്റ്നസ് 500 nits ആണ്. 500 nits ഓക്കെയാണ്. നല്ല സൂര്യപ്രകാശത്തിലൊക്കെ പോവുകയാണെങ്കിൽ വലിപ്പിലാണ്, ശോകമാണ്. 6000 രൂപ എന്ന വില നോക്കുമ്പോൾ ഓക്കെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത് 3GB 64GB വേരിയൻറ്റിലാണ്. 3GB കൂടെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. UFS 2.2 സ്റ്റോറേജ് വരുന്നത്. എന്ന് പറയുമ്പോൾ ഫാസ്റ്റർ സ്റ്റോറേജ് ആണ്. 15000 20000 രൂപയുടെ ഫോണിലൊക്കെ UFS 2.2 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതിൻ്റെ സ്റ്റോറേജിൻ്റെ സ്പീഡ് കിഡിലോസ്കിയാണ്. ഇപ്പോൾ Type-C കേബിൾ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. 5000 രൂപയ്ക്ക് 6000 രൂപയ്ക്ക് ഫോൺ തരുന്നത് തന്നെ വലിയ കാര്യം. അപ്പോഴാണ് ഫാസ്റ്റ് ചാർജിങ്. പിന്നെ ക്യാമറ പേരിന് ഒരു ഐഫോണിൻ്റെ ലുക്കൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന ആരെയൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇത് കൂടുതലായിട്ട് ഓഫ്ലൈനിലായിരിക്കും വിൽക്കാൻ പോകുന്നത്. അവിടെ ഉള്ളവരിൻ്റെ ബാക്കിൽ ഡിസൈനും സംഭവങ്ങളൊക്കെ കണ്ട് ഐഫോണിൻ്റെ ലുക്കൊക്കെ കാണുമ്പോൾ ചിലർ ഇതിനകത്ത് വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ആരും അങ്ങനെ വീഴത്തില്ല. കാരണം എന്താ പറയുമോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ ബുദ്ധിപരമായ ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ വീഴില്ല. അതുകൊണ്ട് നമ്മുടെ ചാനൽ ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. വേണമെങ്കിൽ ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ ലുക്കിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ മിനി ഐഫോൺ 6000 രൂപയ്ക്ക് കിട്ടുന്ന ഐഫോൺ തന്നെ എന്ന് പറയാം. കാരണം സ്പെക്സും സ്പീച്ചേഴ്സും ഒക്കെ നോക്കുമ്പോഴേ ഒരു മിനിയേച്ചർ ഐഫോൺ തന്നെയാണ്. പിന്നെ ക്യാമറയിലൊന്നും വലിയ കാര്യമില്ല. ഉണ്ടെങ്കിൽ ക്യാമറ ഉണ്ടെന്ന് പറയാം. 13 മെഗാപിക്സലിൻ്റെ ക്യാമറ സാധാരണ രീതിയിലല്ല ഈ വരുന്ന ഫോൺ പെർഫോം ചെയ്യുന്ന കൂട്ട് തന്നെ പെർഫോം ചെയ്യുക. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ സൈഡിലൊരു ചെറിയ സെൻസർ കൊടുത്തിട്ടുണ്ട്. എന്തിനാണോ എന്തോ അറിഞ്ഞുകൂടാ, ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിംഗ് ലൈറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടു, ഇത് ഓഫ്ലൈൻ മാർക്കറ്റാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ചില ആൾക്കാർ ഭായിമാരൊക്കെ പോയി ഇതെടുക്കും. അവരെ പെടുത്താൻ വേണ്ടിയുള്ള സാധനമാണ്. അപ്പോൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രണ്ടിലും ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫീച്ചേഴ്സൊക്കെ അടിപൊളിയാണ് XOSൽ അതിൽ. പക്ഷേ ഇഷ്ടംപോലെ ചവർ ആപ്ലിക്കേഷന്മാർ വാരി കുറ്റി നിറച്ച് കയറും. അതിൽ കുറ്റം പറയാനൊന്നും പറ്റില്ല. അവന്മാർക്ക് ലാഭം വേണ്ടേ, അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. പിന്നെ അനാവശ്യമായ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും. അത് കുറേയൊക്കെ ഓഫ് ചെയ്യാം, കുറേയൊക്കെ നമുക്ക് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്തുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു പഞ്ഞവും ഇല്ല. ഫീച്ചേഴ്സ് ഫോൺ വേണ്ടവർക്ക് ഇത് തീർച്ചയായിട്ടും നോക്കാം. അപ്പോൾ ഈ അടുത്തത് ഇൻഫിനിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ചാണ്. ഇപ്പോൾ ഫോൺ മേടിക്കുന്ന ബ്രാൻഡിനെ കുറിച്ച് അറിയാം. ഇതിൻ്റെ സർവീസൊക്കെ ശോകമാണ്. ഇതിന് പണി കിട്ടിക്കഴിഞ്ഞാൽ അത് പണിയാണ്. പിന്നെ ഈ ബ്രാൻഡിൻ്റെ ഇറക്കിയ ഡിവൈസുകളുടെ ക്വാളിറ്റിയെക്കുറിച്ചാണ്. ക്വാളിറ്റി ഇഷ്യൂസും പല സോഫ്റ്റ്വെയർ ഇഷ്യൂസും ഒക്കെ ഇതിനകത്തിൽ കാണാൻ സാധിക്കും. അതൊക്കെ സഹിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം.
പിന്നെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് സ്പെക്സ് വൈസിനകത്ത് തോന്നിട്ടില്ല. ഡിവൈസ് കിട്ടുമ്പോൾ മേ ബി എൻ്റെ അഭിപ്രായം മാറായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഭയങ്കര ടൈറ്റാണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഫോൺ വേണം, നല്ലോണം ബാറ്ററി ചാർജ് നിൽക്കുന്നത്, അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ വേണമെങ്കിൽ നേരെ പോയി എടുത്തു ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 8 HD. ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പസുലാൻ.